ഉമ്മ ആരായി വന്നിരിക്കണ നോക്കിയേ. ആരാ മോനത്? കബീറോ? എന്നാ ഈ വന്നത്? ഒരാഴ്ച കഴിഞ്ഞു ഉമ്മ. ഞാൻ മരിക്കണതിന് മുമ്പ് അന്നെ ഒന്ന് കാണാൻ വല്ലാതെ പൂതി വെച്ചിന്. ആ പൂതി ഒരിക്കലും നടക്കൂല എന്ന് കരുതിയതാ. എല്ലാത്തിനും പഠിച്ചോന് സ്തുതി. നിങ്ങളുടെ അടുത്തേക്ക് വാമോനെ. അതുതന്നെയാണ് അതിന്റെ ശരി. ഞാനിവിടെ വരാനും ബഷീറിനെ കാണാനും ഗൾഫിലുള്ള ഒരു സുഹൃത്ത് ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് എല്ലാം നല്ലതിനാണെന്ന് കരുതിക്കോളി. ബഷീറെ, ഇനി നീ ഞാൻ കണ്ട പണിക്ക് പോകരുത്. നമുക്കുടനെ ജീവിക്കാനൊരു മാർഗം ഉണ്ടാക്കണം. അതിന് അന്റെ കുടുംബത്തിന്റെ കാര്യം തന്നെ ഒരുപാട് നോക്കാനില്ലേ? അതെല്ലാം ശരിയായിരിക്കും. പക്ഷെ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റൂ ബഷീറെ? ഞാൻ ചായ കൊണ്ടുവരാ, നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും. അന്നെ കുറിച്ച് ഞാൻ കുറെ കേട്ടു. പക്ഷേ സൈന പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും കാര്യങ്ങൾ അറിഞ്ഞത്. ശരിക്കും എന്താ സംഭവിച്ചത്? അതിവിന്റെ കബീറെ, ഞാൻ പറയാം. പക്ഷേ ഈ അത് പ്രശ്നാക്കരുത്. ഈ പറയേ. അനക്കറിയോ ഇന്റെ കൈക്ക് എന്താ സംഭവിച്ചതെന്ന്? അച്ഛനോ ഇങ്ങോട്ട് പോടാ. നിനക്കെന്റെ കൈ വെട്ടണല്ലോടാ പന്നി. അജ്മലെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ടടാ പട്ടി. ഞാനൊന്ന് പറയട്ടടാ. വേണ്ട. അജ്മലിന്റെ നേരെ ഓങ്ങിയ ആദ്യത്തെ കയ്യാ നിന്റെ ഈ കയ്യേ. ഈ കയ്യേ ഞാനിങ്ങോട്ട് എടുക്കുക. നീ ഒന്നുകൊണ്ടും ബേജാറാവണ്ട. പടച്ചോനൊന്നൊരാൾ മുകളിലുണ്ട്. അണ്ണാ, എന്താ പറ്റിയണ്ണാ? പറയണ്ട. ഒന്ന് പിടിയടാ. എന്താ അജ്മലിന് പറ്റിയേ? അജ്മലെ അണ്ണാ, എന്താ? അണ്ണാ, ഒന്നുമില്ല, സാരില്ല. പ്രകാശ, പിടി പിടി പിടി. എന്താ പറ്റിയപ്പോ? അജ്മലെ, ചോര വരുന്നുണ്ടല്ലോ. പെട്ടെന്ന് വണ്ടി വിളിക്ക്. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. എന്തെങ്കിലും സഹായിക്കാൻ നോക്കി. പെട്ടെന്ന് ഒന്ന് ഹെൽപ്പ്. ആരെങ്കിലും വണ്ടി വിളിച്ച് സഹായിക്ക്. അണ്ണനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. എന്തായാലും നോക്കിക്കണേ. പെട്ടെന്നൊരു വണ്ടി വിളിക്കങ്ങളെ. വേഗം നോക്കിക്കളെ. ആശുപത്രിയിൽ കൊണ്ടോട്ടെ. ഈ എല്ലാവരും ശിങ്കടി, ഈ എന്നെ നോക്കിയാ മതി. ചത്ത് കിട്ടിയ പെണ്ണുങ്ങൾക്ക് മനസ്സമാനായിട്ട് വഴി നടക്കാലോ. ചത്ത് പൊഴുത്ത് നാറിയാലും അജ്മലിനെ ഒരാൾ സഹായിക്കാൻ വരൂല. അണ്ണാ, അണ്ണാ, എനിക്കെന്റെ ഉമ്മന്റെ അടുത്ത് എത്തിയാ മതി. എന്താ പറ്റിയത് അണ്ണാ? എന്താ പറ്റിയണ്ണ? പറയണ്ണ. ഉമ്മന്റെ അടുത്ത് എത്തിയാ മതി. മജീദേ, അണ്ണൻ എന്താ പറ്റിയത്? എന്താ അറിയില്ല, ചോര നിക്കണില്ലല്ലോ. പിടി. ആ, പതുക്കെ പതുക്കെ കടത്ത്. പിടി. ആ, പതുക്കെ. ഉമ്മ അങ്ങോട്ട് വരി.
എന്റെ മോൻ എന്താ പറ്റിയത്? എന്താ അറിയില്ല, അങ്ങാടി എന്റെ മോൻ എന്താ പറ്റിയേ? എന്റെ മോൻ എന്താണ് പറ്റിയത്? എടാ അജ്മല, ഉമ്മ, സാരില്ല, കരണ്ട. ഒന്ന് പറയടാ, എന്താ എന്റെ മോന് പറ്റിയത്? ഒന്നുമില്ലമ്മ, കരണ്ട. എന്റെ മോൻ എന്താ പറ്റിയത്? അല്ല അജ്മലേ, അജ്മലേ. ഉമ്മ, ഉമ്മ, ആ പേര് വിളിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. എന്നോട് പൊറുക്കണം. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. എല്ലാ തെറ്റിലും പഠിച്ചവരോട് പൊറുക്കലിന് തരണം. എനിക്കിനധികം ആയുസുണ്ടോന്ന് അറിയില്ല. നിന്റെ മോനൊന്നും സംഭവിക്കില്ല. നമുക്ക് വേഗം ഡോക്ടറെ കാണാൻ പോക. എന്റെ മോനിന്റെ കാണുന്നത് എന്റെ പേടിയാണ്. നിങ്ങളോട് പറയണോ? എനിക്ക് പേർത്തിഷ്ടായി. അല്ലാ, എന്റെ ഗതി ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകരുത്. ആളുകൾ എപ്പോഴും പട്ടികളെ പോലെ കണ്ടിരുന്നു. മനുഷ്യരെ പോലെ കാണണമെങ്കിൽ നിങ്ങൾ നന്നാവണം. അണ്ണനൊന്നും സംഭവിക്കില്ല. അണ്ണ എന്ത് കണ്ണ? ഇഹലോക ജീവിതം പാവനമാകുവാൻ റബ്ബേ നീ തന്നെ തുണയാകണേ. ഇഹലോക ജീവിതം പാവനമാകുവാൻ റബ്ബേ നീ തന്നെ തുണയാകണേ. മുത്തറസൂലിൻ്റെ ഈ പുണ്യഭൂമിയിൽ, മുത്തുറസൂലിൻ്റെ ഈ പുണ്യഭൂമിയിൽ റബ്ബേ ഞങ്ങളെ കാത്തിടണേ എന്നും റബ്ബേ ഞങ്ങളിൽ തുണയേകണേ. ഇഹലോക ജീവിതം പാവനമാകുവാൻ റബ്ബേ നീ തന്നെ തുണയാകണേ. ഒരു മൺതരിയാ സൃഷ്ടിച്ച മനുജരെ ഒരു പിടി മണ്ണാക്കി മാറ്റിടുമ്പോൾ, ഒരു മൺതരിയാ സൃഷ്ടിച്ച മനുജരെ ഒരു പിടി മണ്ണാക്കി മാറ്റിടുമ്പോൾ, ആറുഹിനെ പരലോകത്തിൽ വെച്ചു നീ, ആറുഹിനെ പരലോകത്തിൽ വെച്ചു നീ സ്വർഗപ്പൂങ്കാവനത്തിലെത്തിക്കണേ, സ്വർഗപ്പൂങ്കാവനത്തിലെത്തിക്കണേ. ഇഹലോക ജീവിതം പാവനമാകുവാൻ
റബ്ബേ നീ തന്നെ തുണയാകണേ. പാപങ്ങളൊട്ടേറെ ചെയ്തൊരു മക്കൾക്ക് തൗബ നീ എന്നുമേകി കനിഞ്ഞിടണേ. പാപങ്ങളൊട്ടേറെ ചെയ്തൊരു മക്കൾക്ക് തൗബ നീ എന്നുമേകി കനിഞ്ഞിടണേ. പുണ്യ റസൂലിന്റെ പൊന്മുത്തം വാങ്ങുവാൻ, പുണ്യ റസൂലിന്റെ പൊന്മുത്തം വാങ്ങുവാൻ റബ്ബേ നീ തന്നെ തുണയാകണേ. റബ്ബേ നീ തന്നെ തുണയാകണേ. ഇഹലോക ജീവിതം പാവനമാകുവാൻ റബ്ബേ നീ തന്നെ തുണയാകണേ. ഇഹലോക ജീവിതം പാവനമാകുവാൻ റബ്ബേ നീ തന്നെ തുണയാകണേ. മുത്ത് റസൂലിന്റെ ഈ പുണ്യഭൂമിയിൽ, മുത്ത് റസൂലിന്റെ ഈ പുണ്യഭൂമിയിൽ റബ്ബേ ഞങ്ങളെ കാത്തിടണേ എന്നും. റബ്ബേ ഞങ്ങളെ തുണയേകണേ. ഇഹലോക ജീവിതം പാവനമാകുവാൻ റബ്ബേ നീ. അല്ല, നിങ്ങൾ അജ്മലിന്റെ അളിയൻ ഷബീർ ഷേൽ? ഞങ്ങള് പള്ളിന്ന് വരുന്ന വഴിയാ. അല്ല, ഈ കുട്ടി അജ്മലിന്റെ മോനാ. അജ്മലിന്റെ കുട്ടിയാ? ആഹാ. ഇതാ അങ്ങോട്ട് നോക്കേ. ഇതാരാന്നറിയാ എനിക്ക്? വല്യമ്മ, എന്റെ കുട്ടി. മോനെ. എന്റെ പഠിച്ചോനെ.
സ്വർണ്ണവില വീണ്ടും കുത്തനെ ഉയർന്നു. വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഇന്ത്യക്ക്. എടാ കണ്ട പെണ്ണുങ്ങളെ ഫോട്ടോ നോക്കിക്കാളെ ചായ കുടിക്കാൻ നോക്കടാ. ഇവിടെ ഇരിക്ക. ഞാൻ അന്നെ തന്നെ ഞാനൊക്കെ പോയി ആ പാച്ചിൽ നടക്ക എന്റെ കൊടയും മറന്നുപോയി. പിന്നെ നമ്മളാ കബീറിന്റെ കല്യാണം പറഞ്ഞില്ലേ, ചില ഹിമാറകളെ ഇതില് മണ്ണെണ്ണ പാടുന്നുണ്ടോന്നൊരു സംശയം. ആ പറഞ്ഞ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. ഇവിടെ അങ്ങനെ കല്യാണം മുടക്കണ ചില നായന്റെ മക്കളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നായന്റെ മക്കളെ വെറുതെ വിടാൻ പറ്റൂല. ഓലാരാന്ന് വെച്ചാൽ അന്വേഷിച്ച് വിവരം എന്റെ അടുത്ത് പറയും. ഓൽക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. അക്കാര്യം നമ്മളെ തന്നെ എന്താ പോക്കുട്ടിയത്? എന്താ പണ്ട് നമുക്കെന്ന് പറഞ്ഞോളേഞ്ഞോ? ഇനിയിപ്പം മുടക്കാതെ പറഞ്ഞത് ഇത് അങ്ങോട്ടും നിങ്ങളാണ് കബീറാക്കാന്റെ കല്യാണം മുടക്കിയെന്ന് കെരിമാക്കാക്ക് സംശയം. അത് പറയാൻ ഞങ്ങള് വന്നേ. ഒന്ന് കരുതിയിരുന്നോളി. ഇതൊരു പണിയായല്ലോ. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അല്ല ആരപ്പത്? വരി വരി. ഇതാവുമ്മ. എന്താ അത്? ഇത് കുറച്ച് അരിയും സാധനങ്ങളാ. അതേതായാലും നന്നായി. അല്ല എന്താ നിങ്ങളെ പരിപാടി? ഞങ്ങളിപ്പോ ശങ്കരമേശയോടൊപ്പം പണിക്ക് പോകുന്നുണ്ട്. പഴയ ഏർപ്പാടൊക്കെ നിർത്തി ഇപ്പൊ ഞങ്ങൾ നയിച്ച ഇന്ന. അതിന്റെ സന്തോഷം ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിലുണ്ട്. അജ്മലിനെ കൊണ്ട് ഓന്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ യാതൊരു ഉപകാരം ഉണ്ടായില്ല. പക്ഷെ ഓന്റെ ജീവിതം കൊണ്ട് ഇങ്ങക്കൊരു പാടായല്ലോ. അൽഹംദുലില്ലാ. പടച്ചോ വലിയവനാ. പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് അവന്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട്. അവൾക്ക് അന്ന് ഞാൻ തെരഞ്ഞെടുക്കണം. അവൾക്ക് അന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പിന്നെ അന്ന് നമ്മള് കല്യാണം മുടക്കില്ലേ, ഓനെ നമ്മള് കണ്ടുപിടിച്ചത്. ആരെന്നോ അനക്കിന്റെ മാതിരി ഓടാൻ കഴിയില്ല. ഓനെ ഞാൻ പിടിച്ചാ ഇവിടെ നിന്നോ. ഇയാളാണ് പറഞ്ഞാലും മനസ്സിലാവല്ലോ. അല്ലോ എന്തൊരു കോളായി പുള്ളിക്കോയിന്റെ ഫലവും പോയി. അന്നാ തെരഞ്ഞെടുക്കണത്. ഈ പഞ്ചായത്ത് മാതിരി ഓടാൻ കഴിയൊന്നുമില്ല. അവിടെ നിൽക്ക്. ആ എന്നോട് കാര്യം പറയാനുണ്ട്. അന്ന ചെയ്യൂല. അന്ന കാര്യം പറയാനുണ്ട്.
നോക്കടാ, മോക്ക് കല്യാണാലോചന ഒരുപാട് വരുന്നുണ്ട്. പഠിപ്പ് കഴിഞ്ഞിട്ട് മതിന്നാ മോള് പറയണത്. എന്നാ പിന്നെ ചെറുക്കനും പെണ്ണിനും എന്തേലും പറയാണ്ടേ പറഞ്ഞോട്ടെ. എന്തേ ആയിക്കോട്ടെ. ചെല്ല്. പണ്ടത്തെ കാലം നല്ലപ്പത് പെൺകുട്ടികളോട് മിണ്ടി പറഞ്ഞെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കല്യാണം നടക്കുള്ളൂന്ന്. നമ്മളെത്ര നടത്തിയാന്ന്. ചായലെത്ര മധുരം കുറവാട്ടോ. എന്താ പേര്? ഫർസി. എന്തിനാ പഠിക്കണേ? ഡിഗ്രി ഫൈനൽ ഇയർ. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള കാര്യങ്ങൾ ഉപ്പാനായിട്ട് സംസാരിക്കാം. വരട്ടെ. മനുഷ്യനങ്ങനെ ഓടിപ്പാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ പറ്റുമോ? അല്ല, എന്താ എന്റെ അഭിപ്രായം? ഇഷ്ടായോ? എനിക്കിഷ്ടായി. ഇഷ്ടായോ? എല്ലാ കാര്യങ്ങളും പൂക്കുട്ടിയാക്കങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് വിവരം അറിയിക്കാം. ഇൻഷാ അല്ലാഹ് പൂക്കുട്ടിനെ എല്ലാം അറിയിക്കാം. പോരെ? എന്നാ ഞങ്ങൾ ഇറങ്ങാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ശരി എന്നാൽ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇന്നു മുതൽ ഇത് നിന്റെ കടയാണ്. ഞാൻ കാരണം ഈ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അതിനെപ്പറ്റി നീ ആലോചിക്കണ്ട. ഈ കച്ചവടം കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടുന്നതാണ് എന്റെ വിശ്വാസം. ബാക്കിയെല്ലാം പടച്ചോന്റെ കയ്യിലാണ്. അല്ല, അജ്മല് മരിച്ച വിവരം നിന്നെ അറിയിച്ചിട്ട് നീ എന്താ വരാതിരുന്നത്? മരിച്ചെന്ന് കേട്ടപ്പോ സങ്കടം തോന്നി. ഉപ്പയും ഉമ്മയും പോകാൻ നിർബന്ധിച്ചു. പക്ഷേ എന്നെ ഈ സ്ഥിതിയിലാക്കിയ കാര്യം ആലോചിക്കുമ്പോ പോകാൻ തോന്നിയില്ല. റസൂലിന്റെ കഴുത്തില് ചത്ത ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയിട്ടും അള്ളാൻ റസൂൽ ക്ഷമിച്ചില്ലേ? ആ പാരമ്പര്യമല്ലേ ബഷീറെ നമ്മുടേത്? ശരിയാണ്. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് കുറ്റബോധം തോന്നി. ഇപ്പോ 5 നേരവും അവന്റെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പോയിരുന്നു, അതിലെല്ലാം പങ്കെടുത്തു. അതൊക്കെ പോട്ടെ. എനിക്കൊരു ചെറിയ സന്തോഷം എന്നെ അറിയിക്കാണ്ട്. എന്തത്? ഞാനൊരു കുട്ടിയെ കാണാൻ പോയിരുന്നു. രണ്ടാൾക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. അത് നടക്കുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം. ശരി, എന്നാ പോട്ടെ. കാണാം. ഇരിക്ക്. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. ഇരിക്ക്. കബീർ, എന്താ കരീമേ ഓളി കുട്ടികളെയൊക്കെ വർത്താനോ? കൊഴപ്പൊന്നുമില്ല. ഞാനിപ്പോ പൂവീന്റെ കാര്യം പറയാനാ വന്നതേ. ഓൾക്കൊരു ആലോചന വന്നിട്ടുണ്ട്. തന്നെ? ചെക്കൻ ഗൾഫാണോ? അതെ. ഉപ്പാക്കറിയില്ലേ കൊന്നഞ്ചേരി അലവാക്കാന്? ഓല കുടുംബത്തിൽപ്പെട്ട ചെക്കനാ. ഓനവിടെ കച്ചവടാണ്. ഓല് വല്ല പണ്ടവും പണം പറഞ്ഞിട്ടുണ്ടോ? ഒരു 30 പവന്റെ പണ്ടം. പൈസ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നല്ലതാണ്, നമുക്കാണ് ഉറപ്പിക്കാന്ന്. അതിപ്പോ ഇത്ര പെട്ടെന്ന് പറയുമ്പോ ഒരു കല്യാണൊക്കെ അല്ലേ? അതൊക്കെ അങ്ങോട്ട് ശരിയാക്കി കൊടുക്ക. സൈനുട്ടി ഇങ്ങോട്ടും കൊണ്ട.
ഇക്ക എന്തായി കാര്യങ്ങള്? കല്യാണ ദിവസം അടുത്ത് വരല്ലേ? നിങ്ങള് വലിയക്കാക്കുനെ കണ്ടിരുന്നോ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഏതായാലും കല്യാണം നമുക്ക് ഉഷാറാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ടിക്കറ്റ് ഓക്കെ ആക്കാൻ. അപ്പോ ഇക്ക തീരുമാനിച്ചോ തിരിച്ചു പോവാൻ? തിരിച്ചു പോവാതെ പറ്റില്ല. 6 വർഷത്തെ പ്രവാസ ജീവിതം കൊണ്ടുണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ ഈ വീട്. പിന്നെ കയ്യിലുള്ള സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് ബഷീറിന് കൊടുത്തു. ബാക്കിയുള്ളത് പൂവിന്റെ കല്യാണത്തിന് കൊടുത്താ ഞാൻ പാപരാകും. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. പക്ഷേ അവിടുത്തെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പോവാനും തോന്നണില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെ മഹർ ഒഴിച്ച് ബാക്കി എല്ലാ സ്വർണ്ണം എടുത്ത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കോളി. എന്ത് തുടങ്ങാൻ? അതൊന്നും ഇപ്പൊ ശരിയാവില്ല. നമുക്കത് പിന്നീട് ആലോചിക്കാം. കിടക്കാൻ നോക്ക്. അല്ലാ കബീറേ, ഈ പൈസ നിങ്ങൾ ഇക്കാക്കാന്റെ കൈ കൊടുക്കണം. അപ്പൊ ഇജ്ജ് വരുന്നില്ലേ? ഞാനില്ല, നിങ്ങൾ പോയി സ്വർണ്ണം എടുക്കി. എനിക്ക് 1-2 പരിപാടികളുണ്ട്. എന്നാ ശരി. ആയിക്കോട്ടെ. ചെല്ലിന്നാല് കരീമിനെ വിളിച്ച് പറഞ്ഞോളാം. ആയിക്കോട്ടെ. ബഷീറേ, അസ്സലാമലൈക്കും. വലൈക്കും മുസ്സലാം. എന്തൊക്കെ കബീറേ വിശേഷങ്ങള്? ഞാൻ എന്നെ കാണാമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഞാൻ വന്നതേ കാക്കാന്റെ മോളെ കല്യാണക്കാരൻ പറയാനാ. എല്ലാം പെട്ടെന്നായിരുന്നു. അടുത്ത മാസം 12-ാം തീയതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാല് പനിമാനിക്കുട്ടി നേരത്തെ വരണം. അതിനെന്താ? തലേന്ന് തന്നെ വരണം കേട്ടോ. ഓ, ഞാനൊന്നും കൂടെ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഈ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ അതും തീരുമാനിക്കും. അത് പോട്ടെ, നീ എന്തിനാ എന്നെ കാണുന്നു പറഞ്ഞ്? എന്നാ ഇത് കുറച്ച് പൈസയാണ്, ഇതുകൊണ്ടൊന്നും ആവില്ല എന്ന് എനിക്കറിയാം. എന്നാലും അതൊക്കെ ശരിയാണ്. തൽക്കാലം ഇതവിടെ നിൽക്കട്ടെ, ആവശ്യം വരുമ്പോ ഞാൻ ചോദിക്കാം. അല്ല കബീറെ, അപ്പോ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പോകാതെ പറ്റൂല. പോണ വിവരം ഞാൻ നിന്നെ അറിയിക്കാം. നീ തീർച്ചയായിട്ടും വരണം. അന്ന് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാലും പേടിക്കൊന്നും വേണ്ട, ഒരു നല്ല കാര്യ. എന്നായിക്കോട്ടെ, ഞാൻ വരടാ. ഓക്കെ. ഓക്കേടാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നീ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ആദ്യത്തെ പോലെ 5-6 വർഷവും നിൽക്കുന്നില്ല. വർഷങ്ങളോളം ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന പ്രവാസിക്ക് കിട്ടാൻ പോകുന്ന സമ്പാദ്യം രോഗം ചെന്ന ശരീരവും മരവിച്ച മനസ്സുമായിരിക്കും. അങ്ങനെ ഉരുകിത്തീരുന്ന ഒരു മെഴുകുതിരിയാവാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിയുന്നതും വേഗം ഞാൻ തിരിച്ചു വരും. നമുക്കും വേണ്ടേ നല്ലൊരു ജീവിതം? Molu? No? It's fine, Papa. Okay, please write down. It's fine. Oh, sorry. It's okay, fine. എല്ലാവരും പറയുന്നു ഫൈൻ. ഇനി മുതൽ പുതുമയാർന്ന സോപ്പ് ആൻഡ് ഡിറ്റർജന്റുകൾ നിങ്ങളുടെ വസ്ത്രങ്ങളിലും പുതിയൊരു അനുഭവമാകട്ടെ. ഇതിലെ ബ്ലൂ സ്പെക്കിൾസ് വസ്ത്രങ്ങളിൽ ആഴ്ന്നിറങ്ങി എല്ലാ കറകളും നീക്കുന്നു. കൂടാതെ വസ്ത്രങ്ങളിൽ പുതുമയാർന്ന സുഗന്ധവും നൽകുന്നു. So fine detergent powder. Fine, so fine. സോ ഫൈൻ ഉള്ളപ്പോൾ ഇനി ഞാനും ഫൈൻ. A Hasimco product. അല്ല,
എയർപോർട്ടിൽ ഇപ്പൊ മുമ്പത്തെ മാതിരിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അത് നേരത്തെ പോയില്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ തന്നെ പ്രശ്നം. ആരപ്പം കിട്ടാ വരുന്നത്? പടച്ചോനെ, നമ്മളെ ബഷീറല്ലേ ഇത്? ബഷീർക്ക് വന്നിണ്ട്. അവൻ വന്നോ? നീ ഇതൊക്കെ എടുത്തേക്ക്, ഞാനിപ്പോ വരാം. ശരി. ബഷീറേ, നീ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ കബീറെ അനക്ക് എന്നോട് പറയാനുള്ളത്? വാ പറയാം. ഞാൻ തുറന്നു ചോദിക്കുകയാണ്, എന്റെ സേനാക്ക് നിനക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റുമോ? ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ തന്നെ തുറന്നു പറയണം. വെറുതെ മനസ്സ് ബേജാറാക്കി പോണ്ടല്ലോ. ഞാൻ ഈ കോലത്തിലാകുന്നതിന് മുമ്പ് തന്നെ അന്റെ വലിയ സങ്കടത്തിന് എന്നിലൂടെ ഒരു പരിഹാരം കാണണമെന്ന് വിചാരിച്ചു. പിന്നെയല്ലേ ഇങ്ങനെയൊരു വിധിയുണ്ടായത്. തെരുവിലൂടെ പാട്ടും പാടി ജീവിക്കുന്ന നിക്കോളെപ്പറ്റി ചിന്തിക്കാൻ എന്തർഹതയാണുള്ളത്? അതുകൊണ്ട് ആ ആഗ്രഹം എന്നിലൂടെ തന്നെ കുഴിച്ചു മുടുകയായിരുന്നു കബീറെ. ഞാൻ മതിയടാ, എനിക്ക് ഇത്രയും മതി. ഈ സന്തോഷം എനിക്ക് എല്ലാവരോടും പറയണം. വാ വാടാ. വാ. വാ. കേട്ടോ, നമ്മളെ സൈനാനെ കല്യാണം കഴിക്കാനേ ബഷീറിന് ഇഷ്ടാണല്ലോ. റബ്ബുൽ തമ്പുരാനെ, ഞങ്ങളെ തേട്ടം കേട്ടല്ലോ, അത് മതി. ഇന്നാ പിന്നെ വീട്ടിൽ കൊണ്ടോടാ, ഉടനെ നടത്തണം. അതന്നെ, അങ്ങനെ തന്നെ. ഈ കല്യാണം നമുക്ക് നാടറിഞ്ഞ് നടത്തണം. അല്ല കബീറെ, എത്ര കാടാ ഫ്ലൈറ്റ്? 5 മണിക്കാണ്. ഇനി 1/2 മണിക്കൂർ കൂടി ഉണ്ട്. ഇൻഷാ അല്ലാ ഞാൻ പോയി വരട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എല്ലാരോടും കുട്ടിനെ കാക്കണേ റബ്ബേ. ഇറങ്ങി പോകുമ്പോ കരയല്ലേ മോളെ. അടിച്ചോനെ, ശരി പോവാ.